അപ്പോഴത്തേ നടന്ന് അവിടെയാണ് എത്തേണ്ടത് കേട്ടോ. അതുകൊണ്ടോ വണ്ടികളെല്ലാം വന്ന് വഴി ഫുള്ള് ബ്ലോക്കായി. അതൊക്കെ നേരത്തെ എത്തിയത് നന്നായി. അവിടെയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്. ഈ കാട്ടിങ്ങനെ ഇറങ്ങി പോകണം. വലിയ കാട്ടാണ്. അതിങ്ങനെ ഇറങ്ങി താഴം വരെ ചെല്ലണം. ഈ മലയുടെ മറ്റൊരു ഭാഗമാണത്, ആ ട്രക്കിങ് ചെയ്യുന്ന ഭാഗമാണത്. അതിൻ്റെ ടോപ്പിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് ആ മലയുടെ മുകളിൽ എത്താൻ പറ്റും, ആ കല്ലിൻ്റെ മുകളിൽ. അതിനവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്. ആ താഴെ കാണുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. ഏതൊക്കെയായാലും സമയമില്ലാത്തതിനാൽ ഞാൻ ട്രക്കിങ്ങിന് പോകുന്നില്ല, അല്ലെങ്കിൽ നടന്ന് അങ്ങ് മുകളിൽ വരെ പോകാമായിരുന്നു. അപ്പോൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെ ചെന്നിട്ടുള്ള സാഹചര്യം നോക്കട്ടെ, പോകാൻ പറ്റുമോ. അപ്പം നമ്മൾ ശനിവാർ വാടയിൽ എത്തിയിട്ടുണ്ട്. ശനിവാർ വാടയുടെ കോട്ടയുടെ കവാടമാണ് ഈ കാണുന്നത്. വളരെ ബൃഹത്തായ 3 നിലകളിലായിട്ടുള്ള ഒരു കോട്ടയാണിത്. കോട്ടയുടെ കവാടം വളരെ മനോഹരമാണ്. 2 ആർച്ചും ഒരു സ്ക്വയറുമായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ കോട്ടയുടെ ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. കല്ലിൽ തീർത്ത ഒരു സൗധമായിരുന്നു ഇവിടെയുള്ളത്. ഒരു 4 കെട്ട് പോലത്തെ ഒരു ബിൽഡിങ്. അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴത്തെ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോഴത്തെ ഇവിടെ നിന്ന് ആ കോട്ടയുടെ ആ ഒരു ഗേറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. ദേശീയ പതാക പാറിക്കളിക്കുന്നു. അപ്പോൾ ഇതാണൊരു 360 വിഷൻ. ഇതിൻ്റെ നടുവിലും ഒരു ഫൗണ്ടനാണ്. ഇതൊരു വലിയ ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിങ് തകർക്കപ്പെട്ടതാണ്. ഇപ്പോൾ അതൊരു പൂന്തോട്ടം മാതിരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ താഴെ ധാരാളം ഫൗണ്ടനുകളും ധാരാളം കോട്ടയുടെ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ വിശ്രമ സ്ഥലങ്ങളായിരുന്നു. ഇനി നമുക്ക് കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് പോകാൻ പറ്റും. മുകളിലൂടെ നടന്ന് ചുറ്റി കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ സ്കാനർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ അനുഭവിച്ചതാണ്. ക്യാഷുമായി വരുന്ന സാധാരണക്കാർക്ക് ഇത് കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിൽ പലയിടത്തും നമുക്ക് ഇത് ആളുകൾ അവിടെ നിന്ന്, ഓഫീസേഴ്സ് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് തരുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മൾ ഈ പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല കോട്ടകളിലും കണ്ടിരിക്കുന്ന പോലെ തന്നെ അവയെല്ലാം പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇതൊരു വലിയ ഫൗണ്ടനാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഫൗണ്ടനാണ്. പണ്ട് ഇത് ജലസംഭരണികളായിരുന്നു. ഇപ്പോൾ അത് പുതിയ മോഡലിലേക്ക് ഫൗണ്ടനുകളാക്കി മാറ്റിയതാണെന്ന് തോന്നുന്നു. കാരണം പുതിയ രീതിയിലുള്ള പ്ലംബിങ്ങൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റേജിലിരുന്ന് ഒരു ഷോയൊക്കെ കാണാനുള്ള ഒരു രീതിയിൽ ഇവിടെ ഒരു ഇത് ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ശനിവാർ വാട എന്നുള്ള ആ ബൃഹത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഞാൻ. ആ എൻട്രൻസ് ഗേറ്റിന് മുകളിൽ നമ്മുടെ ദേശീയ പതാക പാറിക്കളിക്കുന്ന ഒരു സീൻ വളരെ മനോഹരമാണ്. ധാരാളം മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പം നമ്മൾ
ആ സൈഡിലൂടെ പോയിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ ഈ ഭാഗത്തൂടെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴത്തേ നമ്മൾ വേറൊരു ഫൗണ്ടൻ്റെ അടുത്തോട്ട് വന്നതാണ്. ഇവിടെ 4-5 ഫൗണ്ടനുകളുണ്ട്. അതിലൊന്നാണിത്. ഇതൊക്കെ ഓരോ പ്രത്യേക പരിപാടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഫൗണ്ടനുകൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. താഴോട്ടിറങ്ങുകയാണ്. താഴെ ജയിലറകളും കാര്യങ്ങളുമൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. അതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് മറ്റുള്ള രാജാക്കന്മാരുടെ കാലത്തൊക്കെ തകർക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ജയിലറുകളൊക്കെയാണ്. ഉള്ളിലെ ബിൽഡിങ്ങുകളൊക്കെയാണ്. കരിങ്കല്ലിൽ തീർത്ത ബിൽഡിങ്ങുകളാണ് കൂടുതലും. പിന്നെ കോട്ട പണിതിരിക്കുന്നത് മുഴുവൻ ചുടുകട്ടയിലാണ്. അതുകൊണ്ട് ഇതൊക്കെ ഓരോരോ ബിൽഡിങ്ങുകളായിരുന്നു. അതെല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള മാർഗ്ഗങ്ങളാണ്. ഇതൊക്കെ ജയിലുകളായിട്ടൊന്നും ജയിലറകളാണ്. ഇതിനുള്ളിലാണ് ആളുകളെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നത്. പിടിക്കപ്പെടുന്ന ആളുകൾ, കൊലയാളികൾ, അതുപോലെ തന്നെ യുദ്ധത്തടവുകാർ, ഇവരെയൊക്കെ താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. ഇതാണ് കോട്ടയുടെ കൊത്തളം. ഇതിനുള്ളിൽ വെള്ളം നിറച്ചിടുന്ന പരിപാടിയൊക്കെയുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകളായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങൾ ഒക്കെയാണ് കാണുന്നത്. ഇതൊക്കെ ഓരോ ജയിലറ പോലെ നിർമ്മിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ നശിച്ചു പോയ രീതിയിലാണ് കാണുന്നത്. നശിച്ചതോ നശിപ്പിക്കപ്പെട്ടതോ. ഇതൊക്കെ വെള്ളം ശേഖരിക്കാനുള്ള അറകളാണ്. ഇത് കണ്ട, ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോകാനുള്ള മാർഗങ്ങളുണ്ട്. ജയിലറകളാണ്. വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. വെടിമരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ. ഇത് കോട്ടയുടെ മറ്റൊരു ഗേറ്റാണ്. മറ്റൊരു ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റ് നാരായൺ ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഗേറ്റിന് സമീപമുള്ള നടയിലൂടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് നാരായൺ ഗേറ്റ്. അപ്പം നമ്മൾ പതിയെ നട കയറി മുകളിലേക്ക് പോവുകയാണ്. ഇടുങ്ങിയ നടയാണ്. ഏകദേശം 1.5 അടി വീതിയുള്ള ഒരു നടയാണ്. അതിലൂടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കോട്ടയുടെ ഒരു കോർണറിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാ കോട്ടകളിലെയും പോലെ സൈഡുകളിൽ ചുറ്റിയുള്ള ഒരു രീതിയാണ് കാണുന്നത്. ഇത് അമ്പ് ചെയ്യാനും തോക്ക് വെക്കാനും ഒക്കെയുള്ള ഹോളുകളാണ്. ശത്രുക്കളെ തുരത്താനുള്ള മാർഗങ്ങളാണ് ഈ ഹോളുകൾ. ഇതിനുള്ളിലൂടെയാണ് ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരുന്നത്, കോട്ടയിലേക്ക് ആക്രമിച്ചു വരുന്നവരെ. അപ്പോൾ ഇത് ഒരു ഏരിയയിലാണ്. അങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ഈ റൗണ്ടിൽ വാച്ച് ടവറുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് താഴത്തെ ആ ഒരു ചെറിയ സിറ്റി. ഇവിടെ നിന്ന് നമുക്ക് ആ കോട്ട മൊത്തമായിട്ടും കാണാൻ പറ്റും. ഒരു പൂർണ്ണമായ ഒരു കാഴ്ച ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ആ സ്റ്റേജ് കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് കാണാനുള്ള ഒരു സൗകര്യമാണ് ആ സ്റ്റേജ്. അപ്പോൾ അതാണ് നമ്മൾ കയറി വന്ന കവാടം.
നമ്മൾ കോട്ടയുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയുടെ 4 കോർണറിലും ഓരോ വാച്ച് ടവറും, അതുകൂടാതെ ഓരോ സൈഡിലും സെൻട്രലായിട്ട് മറ്റ് ഓരോ വാച്ച് ടവറും കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം അടിയിൽ ഓരോ ചെറിയ ജയിലുകളുണ്ട്. ഇവിടുത്തെ യുദ്ധത്തടവുകാരെ താമസിപ്പിച്ചിരുന്ന ജയിലുകളാണ്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ്. അപ്പോഴത്തെ സെൻട്രലിലുള്ള ആ ഒരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത സൈഡിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വാച്ച് ടവറിന് മുകളിലൂടെ കയറിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ കറങ്ങി നമുക്ക് മറ്റൊരു സൈഡിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ടോയ്ലറ്റുകളാണ്. വർക്കാണോ എന്നറിയില്ല. മിക്കയിടത്തും വർക്കിംഗ് അല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. ഇവിടെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഹീറോ സ്പിരിറ്റ്. ആ ഒരു പഴയ മാതൃകയിലുള്ള ബിൽഡിങ്ങാണ്. അതിൻ്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയുടെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ വന്നപ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇവിടെയും കിടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കിടങ്ങാണ്. അതെല്ലാം ബിൽഡിങ്ങുകളായിരുന്നു. പിൽക്കാലത്ത് അത് നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. കാരണം അതിൻ്റെ തൂണുകളുടെ കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്ലാവ്, നന്നായിട്ട് തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു പ്ലാവ്. അപ്പോൾ ഇതുവഴി താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴിയുണ്ട്. ഇവിടെ ഒരു ഗേറ്റാണ്. ഇതും ഒരു ഫൗണ്ടനും സംഭവങ്ങളുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കാണുന്നത് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കടകമ്പോളങ്ങളാണ്. ഈ മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റാണ്. ഈ മുൻപ് വശത്ത് നമുക്ക് ഒരു സ്തൂപം കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ലൈറ്റ് ടവറോ എന്തെങ്കിലും ആയിരുന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്തൂപത്തിൻ്റെ അടുത്ത് നിന്ന് മെയിൻ എൻട്രൻസിലേക്ക് നീങ്ങുകയാണ്. അത് കയറി കണ്ടിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇവിടുന്നും താഴേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. ഇവിടെയും ഒരു ഗേറ്റ് ഉണ്ട്. വലിയൊരു പേരാല്. ആ ഗാർഡനും ഫൗണ്ടനും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ വന്ന എൻട്രൻസിലേക്ക് ഇറങ്ങാനുള്ള ഒരു കവാടമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ കവാടം താഴോട്ട് ഉള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി പോകണം. അതുപോലെ തന്നെ ഈ പ്രവേശന കവാടത്തിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അത് കയറി പോകണ ഇച്ചിരി പാടുകൾ. വലിയ സ്റ്റെപ്പുകളാണ്. അന്നത്തെ ആളുകളുടെ ഒരു രീതിക്ക് പണിതിരിക്കുന്നതാണ്. മുകളിൽ കയറി വരുമ്പോൾ ഒരു ആർച്ച് രൂപത്തിലുള്ള ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. തടിയിൽ തീർത്ത ബിൽഡിങ്.
ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണത് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ താഴോട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, നല്ല ചൂടുണ്ട്, കുഞ്ഞിക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഈ സൈക്കിൾ വെളിയിൽ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മുമ്പിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു സ്തൂപം സ്ഥിതി ചെയ്യുന്നത് കാണാം. അത് എണ്ണയൊഴിച്ച് തിരി കത്തിച്ചിരുന്നോ വല്ലതും ആയിരിക്കും. ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ഒരു വലിയ പ്രതിമ ഈ കോട്ടയുടെ മുൻപിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ പൂനെയിലെ ഏറ്റവും ബൃഹത് കോട്ടയായിരുന്നു ഇത്. ഇതിനുള്ളിലാണ് ഇവിടുത്തെ സൈനികരെ മുഴുവൻ പാർപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തടവുകാർ, കൊലയാളികളെയൊക്കെ ശിക്ഷ നടത്തിയിരുന്നത് ഈ കോട്ടയിലായിരുന്നു. അപ്പോൾ നമ്മൾ കോട്ടയുടെ താഴോട്ടിറങ്ങി പോവുകയാണ്. ഇത് കണ്ടോ, ചുടുകട്ടയിൽ തീർത്ത ബിൽഡിങ്ങാണ്. പകുതി കരിങ്കല്ലാണ്, ഡോറിൻ്റെ ഹൈറ്റ് വരെ കരിങ്കല്ല്, അത് തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോഴത്തേ നമ്മൾ ഇറങ്ങി വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ജംഗ്ഷനിൽ വരുമ്പോൾ കാണുന്ന പഴയ ബിൽഡിങ്ങുകളുടെ ഒരു ഏരിയയാണ്. ഇത് കോട്ടയാണ്. നമ്മൾ കോട്ടയുടെ മുകളിൽ നിന്ന് കണ്ട ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതാണ് ലാൽമഹൽ. അതിനുള്ളിൽ വീഡിയോ അനുവദനീയമല്ല. പഴയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പത്തെ മെട്രോ സ്റ്റേഷനിൽ രാത്രി എത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതിവിടുത്തെ മേലത്തെ വാക്വയാണ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ കുഞ്ഞിനെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോകണം, അവിടെ പോയി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്നെ രാവിലെ കണ്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കൊച്ചിനെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മെട്രോ വന്ന് കയറിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. അടിപൊളി പാലമാണ് കേട്ടോ, സൂപ്പർ പാലമാണ്. ഇത് വാക്വയാണ് കേട്ടോ. ഇവിടുന്ന് ഈ പുഴേനെയും ഈ റോഡിനെയും ക്രോസ് ചെയ്യാനുള്ള ഒരു പാലമാണ്. കണ്ടോ, മെട്രോ പോകുന്നുണ്ടോ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് തൊട്ടടുത്ത അടുത്ത സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് അടുത്ത സ്റ്റേഷൻ ഉണ്ട്. അടുത്ത സ്റ്റേഷനിൽ പോയി കയറി. അതുകൊണ്ട് വലിയ സ്പീഡൊന്നും ഇല്ല ഇവിടെ. അപ്പം ശരി, നമ്മൾ പുള്ളീനെ വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളിയുടെ ഒരു വെള്ള കാറാണ്, ഞാനതാ നോക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് ഒരു സന്നദ്ധ സംഘടന ഭക്ഷണം കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഈ പാലത്തിൻ്റെ എല്ലാ അടിയിൽ ഇവരുടെ വണ്ടി വന്ന് നിൽക്കും. ഈ സത്യസായി ബാബയുടെ ആണോ അറിയില്ല. അവരിങ്ങനെ വന്ന് ഭക്ഷണം വാങ്ങിച്ച് പോകാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ഒരുപാട് പേര്, കൂടുതലും കുടിയന്മാരാണ് കേട്ടോ. പണിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുക. 3 നേരം ഭക്ഷണം അവർ കൊണ്ടുവരും. രാവിലെ വൈകുന്നേരം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. അത് കഴിക്കുക, അവിടെ ഇരിക്കുക. അതുകൊണ്ട് ആ ഭാഗത്തും ഉണ്ട്. ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. ഞാനോർത്ത് ബസ് സ്റ്റോപ്പായിട്ടൊന്നും വിചാരിച്ചത്. ഇന്ന് നോക്കുമ്പോഴത്തേനും ബസ്സുകളൊന്നും വരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഈ ആളുകൾക്ക് ഭക്ഷണം. അതുപോലെ തന്നെ പണിക്ക് പോകുന്ന ആളുകളുണ്ട് കേട്ടോ, ഇതെന്നല്ല പറഞ്ഞത്. കൂടുതലും മദ്യപിച്ചും കഞ്ചാവടിച്ചും ഈ പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ആളുകളാണ്. ഇവിടെ ഞാൻ ഉച്ചയായപ്പോൾ വന്നതാണ്. അന്നേരത്തെ കാണുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പോഴത്തെ വലിയ ക്യൂ ആണ് കേട്ടോ, ഒരുപാട് പേരുണ്ട്. നമ്മുടെ നവജീവനൊക്കെ ഫുഡ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ബൈ സൈഡിലാണ് കേട്ടോ, വഴിയിൽ ഉള്ള പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഒരു മെട്രോ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അടുത്ത മെട്രോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റേഷനിലോട്ട് വന്ന് കയറുകയാണ്.